ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശിനെ ഡിസ്ചാർജ് ചെയ്യാനുള്ള പണം കൊടുക്കുന്നത് സരയുവാണ്. അങ്ങനെ ഹോസ്പിറ്റൽ ബില്ലും കാര്യങ്ങളും പണം അടക്കാനായിട്ടുള്ള സഹായം സരയു ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രകാശൻ അതുപോലെ തന്നെ അമ്മുമ്മയും വിക്രവും കൂടി പുറത്തേക്ക് ഇറങ്ങുവാണ്. എവിടെ പോകണമെന്ന് അറിയില്ല. അപ്പം അമ്മുമ്മ ചോദിക്കേണ്ടടാ പ്രകാശൻ, നമ്മൾ എങ്ങോട്ടേക്കാണ് പോകാൻ പോണത്? എനിക്കറിയില്ല അമ്മേ എന്നിങ്ങനെ പറയാണ്. ഇങ്ങനെ നടക്കുകയാണെങ്കിൽ എനിക്ക് പറ്റില്ല, വല്ല ഹോട്ടലിൽ റൂം എടുക്കാം എന്ന് വിക്രം പറഞ്ഞു. ഹോട്ടലിൽ റൂം എടുത്താൽ നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ പൈസ എന്ന് പ്രകാശൻ ചോദിക്കുകയാണ്. വിക്രത്തിന് വല്ലാത്ത പോലെ ആവുന്നുണ്ടോ. ശേഷം പ്രകാശൻ അന്ന് മുതൽ, അതായത് ഇനി തിങ്കളാഴ്ച മുതൽ വിക്രത്തിനെ ചെറിയ രീതിയിലൊക്കെ കുറ്റപ്പെടുത്തി തുടങ്ങുന്നുണ്ട് കേട്ടോ. അതായത് നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്, നിന്റെ രാജകുമാരനാണ് രാജകുമാരൻ എന്ന് പറഞ്ഞ് തലയിൽ എടുത്തു വെച്ചു, പെമ്മക്കളെയൊക്കെ അകറ്റി ഓടിച്ചു. ഇപ്പൊ തോന്നണേ എല്ലാവരും പറഞ്ഞത് ശരി തന്നെയായിരുന്നു, എനിക്ക് കിട്ടിയ ചതി തന്നെയാണിത്. പെമ്മക്കളല്ല പെമ്മക്കളല്ല കുടുംബത്തിന് ദോഷം എന്ന് പറയുന്നത്, വളർത്തു ദോഷമുള്ളത് അത് ആണായാലും പെണ്ണായാലും സംഭവിക്കാതെ പെൺപിള്ളേരായാലൊന്നും അല്ല. ഇപ്പൊ കണ്ടില്ലേ എൻ്റെ ഒരു കാര്യത്തില് എനിക്ക് ജനിച്ചിരിക്കുന്ന പെൺപിള്ളേരൊക്കെ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത്. നീ ഇരിക്കേണ്ട അവസ്ഥ, അതായത് നീ ഇരിക്കേണ്ട ആ ഒരു സ്ഥാനം മനസ്സിൽ കണ്ട് നിന്നെ വളർത്തി വലുതാക്കി ഞാൻ ഇത്ര ആക്കി. പക്ഷേ എൻ്റെ പെൺമക്കൾക്ക് ചോറ് പോലും ഞാൻ കൊടുക്കില്ലായിരുന്നു, വറ്റുപോലും ഉണ്ടാവില്ലായിരുന്നു കഞ്ഞിവെള്ളത്തിൽ. പക്ഷെ അവർ കഴിക്കുന്ന അവസ്ഥ കണ്ടില്ലേ. പഠിക്കാത്ത കല്യാണി പോലും ഇപ്പൊ 2 കമ്പനിയുടെ MD ആണ്. അത് മാത്രമല്ല ചിത്രരചനയിലും അവള് അടിപൊളിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ആദ്യമായിട്ട് വരച്ച ചിത്രം ഏതാണെന്ന് നിനക്ക് അറിയോടാ വിക്രമേ? അത് എൻ്റെ പടമാണ് അവൾ വരച്ചത്. പശുത്തൊഴുത്തിൽ എൻ്റെ പടമാണ് അവൾ ആദ്യമായിട്ട് വരച്ചത്. ഇപ്പൊ തോന്നുന്നു അവൾ തന്നെയായിരുന്നു നല്ലത്, അവൾ തന്നെയാണ് ശരിക്കുള്ള ശരി, അവളായിരുന്നു മഹാലക്ഷ്മി എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു. ഓഹോ, അപ്പൊ അച്ഛന് മറ്റുള്ളവർ പറഞ്ഞ പോലെ തന്നെ കല്യാണിനെ പുകഴ്ത്താൻ തുടങ്ങിയല്ലേ? എങ്ങനെ പുകഴ്ത്താതിരിക്കൂടാ? അനുഭവിക്കുന്നവർക്കല്ലേ മനസ്സിലാവുള്ളൂ. അല്ലാതെ പറയുമ്പോൾ പറയാം നീ രാജകുമാരനാണ്, തലയെടുപ്പാണ്, അതാണ് ഇതാണെന്നൊക്കെ. എല്ലാം വെറുതെയാണ്. എൻ്റെ തോന്നലായിരുന്നു. ശരിക്കും തലയെടുപ്പും രാജകുമാരിയൊക്കെ ആ കല്യാണിയാണ്. എനിക്ക് ജീവിതം മടുത്ത് എന്നൊക്കെ പറഞ്ഞ പ്രകാശം അടുത്ത് പോവുകയാണ്. രാത്രി മുഴുവൻ പ്രകാശം കരയാണ്. കാരണം തൻ്റെ കല്യാണിനെ എത്രമാത്രം ദ്രോഹിച്ചു. അത് മാത്രമല്ല കാർത്തികേയനും ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ജനിച്ചപ്പോൾ തന്നെ ആ കുഞ്ഞിനെ, സ്വന്തം അമ്മയുടെ ചൂട് പറ്റി കിടക്കേണ്ടെന്ന് ആ കുഞ്ഞിനെടുത്ത് മാറ്റി ആ ഒരു കുഴൽക്കിണറിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചു. പട്ടിയുണ്ട്, അതുപോലെ തന്നെ നാടോടികൾ വരുന്ന സ്ഥലമാണെന്ന് അറിഞ്ഞിട്ട് പോലും അവിടെ കൊണ്ടേ വെച്ചു. ഒരു മനസ്സാക്ഷിയില്ലാണ്ട് എല്ലാത്തിനും തനിക്ക് ദൈവം തന്ന ശിക്ഷയാണ് ഇതെന്ന് പ്രകാശം മനസ്സിലാക്കാണ്. ആണാണോ പെണ്ണാണോ എന്നുള്ളതിലല്ല കാര്യം, വളർത്തുന്നത് എങ്ങനെയാണോ അതിലാണ് കാര്യം എന്ന് പ്രകാശം മനസ്സിലാക്കുന്ന ഭാഗങ്ങളായിട്ട് ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഫ്രണ്ട്സ്. ബൈ ബൈ.